ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. തമിഴ്നാട് സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് നീലഗിരിയിൽ ഗോത്ര സമൂഹവുമായി സംവദിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഒഡീഷയിലെ ഭുവനേശ്വരിൽ പോലീസ് മേധാവിമാരുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ട് ഇന്ത്യ. കേരളത്തിൽ മുനമ്പം വഖഫ് ഭൂമിയിലെ ശരിയായ താമസക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നടപടികൾ ശുപാർശ ചെയ്യാൻ ജുഡീഷ്യൽ കമ്മീഷനോട് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ. 55ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയ്ക്ക് സമാപനം. സുവർണ മയൂരം സ്വന്തമാക്കി ലിത്വാനിയൻ ചിത്രം ടോക്സിക്. റൊമാനിയൻ സംവിധായകൻ ബോഗ്ദാൻ മുറേസാനുവിന് രജത മയൂരം. ന്യൂനമർദ്ദത്തിന്റെ പ്രഭാവത്തിൽ തമിഴ്നാട്, പുതുച്ചേരി, തെക്കൻ ആന്ധ്രാപ്രദേശ് തുടങ്ങിയ ഇടങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ തമിഴ്നാട് സന്ദർശനം തുടരുന്നു. രാഷ്ട്രപതി ഇന്ന് ആദിവാസി വനിതാ സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളുമായും നീലഗിരി ജില്ലയിലെ ഗോത്ര സമൂഹവുമായും സംവദിക്കും. നാളെ തിരുവാരൂരിൽ നടക്കുന്ന തമിഴ്നാട് കേന്ദ്ര സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിനെ ശ്രീമതി മുർമു അഭിസംബോധന ചെയ്യും. ഇന്നലെ ഊട്ടിയിലെ വെല്ലിംഗ്ടൺ പ്രതിരോധ സേന സ്റ്റാഫ് ട്രെയിനിംഗ് കോളേജിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ രാഷ്ട്രപതി മുഖ്യപ്രഭാഷണം നടത്തി. ഇന്ത്യയുടെ പ്രതിരോധ സേനയിൽ എല്ലാ മേഖലകളിലും ശക്തമായ വനിതാ സാന്നിധ്യം ഉണ്ടെന്നതിൽ അഭിമാനമുണ്ടെന്ന് അവർ പറഞ്ഞു. Women are already making their mark in every field, including our armed forces. Deployed in Siachen, the world's highest battlefield. Women officers are now commanding various units in all the three services. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഒഡീഷയിലെത്തും. ഭുവനേശ്വരിൽ നടക്കുന്ന ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്, ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് അഖിലേന്ത്യാ കോൺഫറൻസിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും DGPമാർ, CRPF, റോ, NSG, ഇന്റലിജൻസ് ബ്യൂറോ, SPG മേധാവികൾ തുടങ്ങിയവർ പങ്കെടുക്കും. ആഭ്യന്തര സുരക്ഷ, സൈബർ കുറ്റകൃത്യങ്ങൾ, മാവോയിസ്റ്റ് ഭീഷണി, നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന വെല്ലുവിളികൾ തുടങ്ങിയവ സമ്മേളനം ചർച്ച ചെയ്യും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരും പങ്കെടുക്കുന്നുണ്ട്. ശീതകാല സമ്മേളനത്തിനിടെ ഇന്നലെയും പാർലമെന്റ് പ്രക്ഷുബ്ധമായി. ഒരു പ്രമുഖ വ്യവസായ ഗ്രൂപ്പിനെതിരായ കൈക്കൂലി ആരോപണം, സംഭാൽ സംഭവം എന്നിവ ഉയർത്തിയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇരുസഭകളിലും പ്രതിഷേധമുയർത്തിയത്. പ്രതിപക്ഷ ബഹളം രൂക്ഷമായതോടെ ഇരുസഭകളും പിരിയുകയായിരുന്നു. സമ്മേളനം ഇന്ന് തുടരും. UN സുരക്ഷാ സമിതിയുടെ വിപുലീകരണത്തിനും സ്ഥിരാംഗത്വം നേടുന്നതിന് അംഗരാജ്യങ്ങളുടെ പിന്തുണ നേടാനും ഇന്ത്യ ശ്രമിക്കുകയാണെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ രാജ്യസഭയിൽ അറിയിച്ചു. സുരക്ഷാ കൌൺസിൽ പരിഷ്കാരങ്ങൾ സംബന്ധിച്ച് ഉഭയകക്ഷി ബഹുരാഷ്ട്ര തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ ഇന്ത്യ സജീവമായി ഇടപെടുന്നതായും അദ്ദേഹം പറഞ്ഞു. ഹിന്ദു വിഭാഗങ്ങളുടെയും ന്യൂനപക്ഷങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യ ബംഗ്ലാദേശ് സർക്കാരിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് രാജ്യസഭയെ രേഖാമൂലം അറിയിച്ചു. എല്ലാ പൌരന്മാരുടെയും ജീവനും സ്വാതന്ത്ര്യവും സംരക്ഷിക്കുന്നതിന്റെ പ്രാഥമിക ഉത്തരവാദിത്തം ബംഗ്ലാദേശ് സർക്കാരിനാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ചർച്ച തുടരുകയാണെന്നും ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾക്ക് പരിഹാരം കാണുമെന്നും ശ്രീ സിംഗ് അറിയിച്ചു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ രാജ്യത്ത് തീവ്രവാദം, കലാപം, മയക്കുമരുന്ന് എന്നിവ തടയാൻ കേന്ദ്ര സർക്കാരിന്റെ ഉറച്ച നയങ്ങളിലൂടെ കഴിഞ്ഞതായി കേന്ദ്രമന്ത്രി അമിത്ഷാ മസൂറിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2026 മാർച്ച് 31-നകം രാജ്യത്ത് നിന്ന് തീവ്രവാദം പൂർണ്ണമായും ഉന്മൂലനം ചെയ്യപ്പെടുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്തിന്റെ വാർഷിക പൊതുയോഗം ഇന്ന് കണ്ണൂരിൽ ആരംഭിക്കും. നാളെ ഉച്ചയ്ക്ക് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യാതിഥിയാകും. ഞായറാഴ്ച രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വയനാട് MP പ്രിയങ്ക ഗാന്ധിയും നാളെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെത്തും. തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ ഉച്ചയ്ക്ക് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ഇരുവരും പങ്കെടുക്കും. തുടർന്ന് കരുളായി, വണ്ടൂർ, എടവണ്ണ എന്നിവിടങ്ങളിലും പ്രിയങ്ക ഗാന്ധിക്ക് സ്വീകരണം നൽകും. ഞായറാഴ്ച മാനന്തവാടിയിലും സുൽത്താൻ ബത്തേരിയിലും കൽപ്പറ്റയിലും പ്രിയങ്ക സ്വീകരണ പരിപാടികളിൽ പങ്കെടുക്കും.
മുനമ്പം വഖഫ് ഭൂമി പ്രശ്നം പഠിക്കാനും സർക്കാർ സ്വീകരിക്കേണ്ട നടപടികൾ ശുപാർശ ചെയ്യുന്നതിനും ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചുള്ള വിജ്ഞാപനം സംസ്ഥാന സർക്കാർ പുറത്തിറക്കി. വസ്തുവിന്റെ നിലവിലെ കിടപ്പ്, സ്വഭാവം, വ്യാപ്തി എന്നിവയും ഭൂമിയിലെ ശരിയായ താമസക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ തലത്തിൽ സ്വീകരിക്കേണ്ട നടപടികളും കമ്മീഷന്റെ പരിഗണനാ വിഷയത്തിൽ ഉൾപ്പെടുന്നു. ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരുടെ നേതൃത്വത്തിലുള്ള കമ്മീഷനോട് 3 മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. മഹാരാഷ്ട്ര കാവൽ മുഖ്യമന്ത്രിയും ശിവസേന നേതാവുമായ ഏക്നാഥ് ഷിൻഡെ, BJP നേതാവ് ദേവേന്ദ്ര ഫഡ്നവിസ്, NCP അധ്യക്ഷൻ അജിത് പവാർ എന്നിവർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഇന്നലെ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തെ സർക്കാർ രൂപീകരണത്തെക്കുറിച്ച് നേതാക്കൾ ചർച്ച ചെയ്തു. കേന്ദ്രമന്ത്രിയും BJP അധ്യക്ഷനുമായ JP നദ്ദയും യോഗത്തിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി പദവി സംബന്ധിച്ച് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം അംഗീകരിക്കുമെന്ന് ഏക്നാഥ് ഷിൻഡെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മണിപ്പൂരിൽ സംഘർഷത്തെ തുടർന്ന് അടച്ചിട്ടിരുന്ന എല്ലാ സ്കൂളുകളും കോളേജുകളും ഇന്നു മുതൽ പ്രവർത്തനം പുനരാരംഭിക്കും. ജിരിബാം ജില്ലയിൽ ആയുധധാരികൾ 6 പേരെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധം വ്യാപകമായതിനെ തുടർന്നാണ് ഈ മാസം 16 മുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചത്. അതേസമയം മണിപ്പൂരിലെ ഏതാനും ജില്ലകളിൽ ഇന്റർനെറ്റ് നിരോധനം നിലവിലുണ്ട്. ചില ജില്ലകളിലെ കർഫ്യൂവിൽ ഇളവ് നൽകി. ഉത്തർപ്രദേശിലെ സംഭാലിലുണ്ടായ അക്രമ സംഭവങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ട UP സർക്കാർ. റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ദേവേന്ദ്ര കുമാർ അറോറയുടെ നേതൃത്വത്തിലുള്ള 3-അംഗ സമിതിക്ക് അന്വേഷണത്തിന്റെ ചുമതല നൽകി. 2 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സമിതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനിടെ സംഭാലിലെ തർക്കഭൂമിയിൽ സർവേ നടത്തണമെന്ന ജില്ലാ കോടതിയുടെ നവംബർ 19 ഉത്തരവിനെ ചോദ്യം ചെയ്ത് ജുമാ മസ്ജിദ് മാനേജ്മെന്റ് കമ്മിറ്റി നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ഗോവയിൽ നടന്ന 55ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയ്ക്ക് ഇന്നലെ സമാപനമായി. ലിത്വാനിയൻ ചിത്രം ടോക്സിക് മികച്ച ചിത്രത്തിനുള്ള സുവർണ മയൂരം നേടി. റൊമാനിയൻ സംവിധായകൻ ബോഗ്ദാൻ മുറേസാനു ദി ന്യൂ ഇയർ ദാറ്റ് നെവർ കെയിം എന്ന ചിത്രത്തിലൂടെ മികച്ച സംവിധായകനുള്ള രജത മയൂരം സ്വന്തമാക്കി. പുരുഷ വനിതാ വിഭാഗങ്ങളിലായി മികച്ച അഭിനേതാക്കൾക്കായുള്ള രജത മയൂരം ക്ലെമന്റ് ഫാവോ, വെസ്റ്റ മെറ്റുലായിറ്റെ, ഇവ റുപകായിറ്റെ എന്നിവർക്ക് ലഭിച്ചു. ഈ മാസം 20-ന് ആരംഭിച്ച മേളയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നായി 180ഓളം ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ഓസ്ട്രേലിയൻ പാർലമെന്റിൽ ഔപചാരിക സ്വീകരണം നൽകി. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ്. ഓസ്ട്രേലിയയിൽ ആരംഭിച്ച ടെസ്റ്റ് പര്യടനത്തിലൂടെ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുമെന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മ പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു. Australia is one of the challenging place to come and play cricket because of the passion people have, the competitiveness every player possesses, which is why us, it's always been a great challenge to come here and play cricket. We've had some success in the past. We've had a very good momentum, the previous week. ഒമാനിലെ മസ്കറ്റിൽ നടക്കുന്ന ജൂനിയർ ഏഷ്യ കപ്പ് പുരുഷ ഹോക്കിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ 2-3 ഗോളുകൾക്ക് ജപ്പാനെ പരാജയപ്പെടുത്തി. പൂൾ എയിൽ ഇന്ത്യയുടെ തുടർച്ചയായ 2ാം വിജയമാണിത്. നാളെ ഇന്ത്യ ചൈനീസ് തായ്പേയിയെ നേരിടും. തെക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം വടക്ക് ദിശയിൽ സഞ്ചരിച്ച് നാളെ രാവിലെ മഹാബലിപുരത്തിനും പുതുച്ചേരിക്കും ഇടയിൽ തീരം കടക്കുമെന്ന് മുന്നറിയിപ്പ്. തമിഴ്നാട്ടിലെ തീരദേശ ജില്ലകളിൽ 2 ദിവസം കൂടി ശക്തമായ മഴ തുടരും. പുതുച്ചേരി, തെക്കൻ ആന്ധ്രാപ്രദേശ്, യാനം, രായലസീമ എന്നിവിടങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തമിഴ്നാട് സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് നീലഗിരിയിൽ ഗോത്ര സമൂഹവുമായി സംവദിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഒഡീഷയിലെ ഭുവനേശ്വരിൽ പോലീസ് മേധാവിമാരുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ട് ഇന്ത്യ. കേരളത്തിൽ മുനമ്പം വഖഫ് ഭൂമിയിലെ ശരിയായ താമസക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നടപടികൾ ശുപാർശ ചെയ്യാൻ ജുഡീഷ്യൽ കമ്മീഷനോട് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ. 55ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയ്ക്ക് സമാപനം. സുവർണ മയൂരം സ്വന്തമാക്കി ലിത്വാനിയൻ ചിത്രം ടോക്സിക്. റൊമാനിയൻ സംവിധായകൻ ബോഗ്ദാൻ മുറൈസാനുവിന് രജത മയൂരം. ന്യൂനമർദ്ദത്തിന്റെ പ്രഭാവത്താൽ തമിഴ്നാട്, പുതുച്ചേരി, തെക്കൻ ആന്ധ്രാപ്രദേശ് തുടങ്ങിയ ഇടങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.